സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവൻ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. വിശുദ്ധരിൽ സംഗീതനായി വസിക്കുന്ന പരിശുദ്ധനും ചിത്രകനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. First reading. A reading from the book of Exodus, chapter 16, verse 1 to 7. May Christ bless you. Bread from heaven. The whole congregation of the Israelites set out from Elim, and Israel came to the wilderness of Sin, which is between Elim and Sinai. On the 15th day of the second month, after they had departed from the land of Egypt, the whole congregation of the Israelites complained against Moses and Aaron in the wilderness. The Israelites said to them, "If only we had died by the hand of the Lord in the land of Egypt, when we sat by the flesh pots and ate our fill of bread. For you have brought us out into this wilderness to kill this whole assembly with hunger." Then the Lord said to Moses, "I am going to rain bread from heaven for you, and each day the people shall go out and gather enough for that day. In that way I will test them, whether they will follow my instruction or not." On the 6th day, while they prepare what they bring in, it will be twice as much as they gather on other days. So Moses and Aaron said to all the Israelites, "In the evening you shall know that it was the Lord who brought you out of the land of Egypt. And in the morning you shall see the glory of the Lord, because he has heard your complaining against the Lord. For what are we that you are complaining against us?" അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ ഗീതികളാ, കർത്താവിൻ തിരുദാനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. സങ്കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. കർത്താവിൻ തിരുദാനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പകലുകളോടവിരതം അവിടുത്തെ പുകളുടെ ചെയ്യുന്നു.
ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുനാമത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുനാമത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമേ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുനാമത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും അങ്ങ് പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. രണ്ടാം വായന. പൗലോസ് ലീഗ കൊറിന്ത്യസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 11-ാം അധ്യായം 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചു. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭാരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രം നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതിവൻ തന്നെ ശിക്ഷാവധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. വചനം ശ്രവിക്കാൻ ഹൃദയം തുറക്കാൻ ദൈവം മരുളും തിരുമൊഴികൾ കേൾക്കാം. വചനം ശ്രവിക്കാൻ ഹൃദയം തുറക്കാം ദൈവം മരുളും തിരുമൊഴികൾ കേൾക്കാം. വചനമായ ദൈവമേ, വചനമായ സത്യമേ,
സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. എന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാര മുദ്ര വച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവരിൽ വിശ്വസിക്കുക. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്ത് അടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? അവിടുന്ന് അവർക്ക് ഭക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്നും അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നും അപ്പം തന്നത്. എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രയും. ബഹുമാനപ്പെട്ട വൈദികരെ, ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ആദ്യ കുർബാനയും സൈഡ് ലേബലും സ്വീകരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് ഈ ദിവസം നമ്മൾ ഈ ആദ്യ കുർബാനയും സൈഡ് ലേബലും സ്വീകരിക്കുന്ന 9 കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് മാറ്റി വച്ചിരിക്കുന്ന ദിവസമാണ്. എല്ലാവരുടെയും ശ്രദ്ധ അവരിലാണ്. നാട്ടിൽ നിന്നൊക്കെ ബന്ധുക്കളൊക്കെ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇതിൽ പങ്കുചേരുന്നതിനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് ഇവരെ, കുഞ്ഞുങ്ങളെ അനുമോദിക്കാം. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായി ഇത് തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞാൻ വിചാരിക്കുന്നു ഈ കുട്ടികൾ നല്ലപോലെ ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങിയിട്ടുണ്ട്. അവരും അവരുടെ മാതാപിതാക്കളും വീട്ടച്ഛനും സിസ്റ്റേഴ്സും കാറ്റഗിസം ടീച്ചേഴ്സും എല്ലാം അവരെ വേണ്ട വിധത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മിക്കവാറും അവർ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഈ ദിവസങ്ങളിലൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെറിയ ത്യാഗങ്ങളൊക്കെ ചെയ്യും. അവരും അവരുടെ മാതാപിതാക്കന്മാരും അങ്ങനെയൊക്കെ വേണ്ട വിധത്തിൽ ആധ്യാത്മികമായി ഒരുങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുക. ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ ഈശോയെ സ്വീകരിക്കുന്ന ദിവസമാണ്. ഈ ഈശോയെ സ്വീകരിക്കുക എന്നുള്ളത് കൊണ്ട് എന്താണ് സംഭവിക്കുക? ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കേണ്ട ദിവസമാണ്. ഈശോ ഇവരിൽ വന്നു കഴിയുമ്പോൾ ഈശോയുടെ സ്നേഹം ഇവരെ രൂപാന്തരപ്പെടുത്തണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുക. ഇവരിൽ ഈശോയുടെ സ്നേഹം പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കുമ്പോൾ ഇവർ ഈശോയെ പോലെ നന്മയുള്ളവരായിട്ട് നല്ലവരായിട്ട് രൂപാന്തരപ്പെടണം. അല്ലെങ്കിൽ ഈ അതികുർബാന സ്വീകരണം കൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഗുണമൊന്നും പ്രയോജനമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മൾ എന്തോ വലിയൊരു അനുഗ്രഹം കിട്ടിയതുപോലെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് പലരിൽ പോയാൽ പോരാ. ഈശോ നമ്മുടെ ജീവിതത്തിൽ, ഇവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് ഈ കുഞ്ഞുങ്ങൾ അനുവദിക്കുമ്പോഴാണ് ഇതുകൊണ്ട് അവർക്ക് പ്രയോജനം കിട്ടുക. ഇത് അവർ നല്ലവരായി തീരുന്നതിന്, ജീവിതത്തിൽ വലിയവരായി തീരുന്നതിന്, വിശുദ്ധിയിൽ വളരുന്നതിനൊക്കെ തീർച്ചയായിട്ടും അവരെ സഹായിക്കേണ്ടതാണ്. നമുക്ക് ചരിത്രത്തിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, കുട്ടികൾക്കും യുവജനങ്ങൾക്കുമൊക്കെ വിശുദ്ധരാകാനായിട്ട് സാധിക്കുമെന്ന്. 15 വയസ്സുള്ള ഒരു വിശുദ്ധനാണ് ഡൊമിനിക് സാവിയോ. 25-ാമത്തെ വയസ്സിൽ മരിച്ച വിശുദ്ധിയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. അപ്പോൾ ഇവരൊക്കെ ജീവിച്ചതായ രീതികൾ നോക്കിയാൽ അവർ പ്രധാനമായിട്ടും ചെയ്തിട്ടുള്ളത് നിസ്സാര കാര്യങ്ങൾ. യേശുവിനോട് കൂടെ ആയിരിക്കുക, യേശുവിൻ്റെ കൂടെ നടക്കുക, യേശു പറയുന്നത് ചെയ്യുക, യേശു അയക്കുന്നിടത്തേക്ക് പോവുക. ഇത് ഒരു ചെറിയ കാര്യമാണ്.
അതുകൊണ്ടാണ് കൊച്ചുദേശീയ പുണ്യവതി ഇതിനെ കൊച്ചുദേശീയ പുണ്യവതി കുറുക്ക് വഴി എന്ന് പറയുക. കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ നിർമ്മല ഹൃദയത്തോടു കൂടിയിട്ട് ഈശോയുടെ മുമ്പിൽ വ്യാപരിക്കുമ്പോൾ അവരെ പിന്നീട് കൈപിടിച്ച് നടത്തുന്നത് ഈശോയാണ്. നമ്മൾ ഡൊമിനിക് സാവിയുടെ ജീവചരിത്രം വായിച്ചാൽ നമുക്ക് പല നല്ല കാര്യങ്ങളും അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഈ തിരുവാല സഖ്യത്തിലൊക്കെ പ്രധാനമായിട്ടും അവരെയൊക്കെ പഠിപ്പിച്ചിരുന്നത്, അവർക്ക് പ്രചോദനം നൽകിയിരുന്നത് ഡൊമിനിക് സാവിയുടെ ജീവചരിത്രമാണ്. ഡോൺ ബോസ്കോയിലെ അച്ഛൻ ജോർജ് അച്ഛൻ ഇവിടെയുണ്ട്. ഡോൺ ബോസ്കോയുടെ ഓരട്ടിയിൽ ജീവിച്ച ഒരു വിശുദ്ധനാണ്. അവസാന മാസങ്ങളിലാണ് വീട്ടിൽ വെച്ച് മരിക്കുക. ഈ വിശുദ്ധൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈശോയുള്ളതായ ആ പ്രത്യേകമായ അടുപ്പം കൊണ്ട്, ഈശോയുമായിട്ട് അത്രയേറെ അലിഞ്ഞു ചേർന്നത് കൊണ്ട് ഈശോ പ്രത്യേകമായിട്ട് പല അനുഗ്രഹങ്ങളും ഈ വിശുദ്ധ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പലപ്പോഴും പല രോഗികളെയുമൊക്കെ, ആസന്ന മരണനായ രോഗികൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വൈദികരെയൊക്കെ വിളിച്ചു കൊണ്ടുപോകാനായിട്ട് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. ഡോൺ ബോസ്കോയിലായിരിക്കുമ്പോൾ അമ്മയ്ക്ക് അസുഖം വന്നിട്ട് ആരും പറയാതെ തന്നെ അക്കാര്യം മനസ്സിലാക്കിയിട്ട് ഡോൺ ബോസ്കോ അച്ഛനോട് ചോദിച്ചിട്ട് വീട്ടിൽ പോയി അമ്മയ്ക്ക് മാതാവിൻ്റെ ഒരു ഉത്തരയും കൊടുത്തിട്ട് ഉടനെ തിരിച്ചുപോയി. അമ്മയുടെ അസുഖം മാറി. അപ്പച്ചൻ ഡോക്ടറെ വിളിക്കാൻ പോയ സമയത്ത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഡൊമിനിക് സാവിയോ ചെയ്തിട്ടുണ്ട്. കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവ് നൽകിയിട്ടുള്ളതായ ഒത്തിരി അനുഗ്രഹങ്ങൾ, ഇതുപോലുള്ളതായ അത്ഭുതങ്ങൾ മാത്രമല്ല, പഠിച്ചിരുന്ന സ്കൂളിൽ ഏറ്റവും നല്ല രീതിയിൽ നല്ല മാർക്കോട് കൂടി ജീവിക്കുക, നല്ല സ്വഭാവത്തോടു കൂടി ജീവിക്കുക, മറ്റുള്ളവരെയും ഈ നല്ല നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. പലപ്പോഴും പറ്റുന്നതാണ് ചീത്ത കൂട്ടുകെട്ട് കൂടി കുട്ടികൾ ആ ചീത്ത സ്വഭാവത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് നമ്മൾ പലപ്പോഴും കാണുക. ഡൊമിനിക് സാവിയോ ഈ കുട്ടികളുടെ കൂടെ കളിക്കാനൊക്കെ പോകും. ആ കളിയുടെ സമയത്ത് അവർക്ക് പ്രചോദനം നൽകിയിട്ട് അവർ ദൈവിക കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കുമ്പസാരിക്കുന്നതിനും സുരാലിറ്റിയിൽ ചേരുന്നതിനും ഒക്കെ ആയിട്ട് മറ്റു കുട്ടികൾക്കൊക്കെ പ്രചോദനം നൽകിയിട്ടുണ്ട്. മറ്റു കുട്ടികൾ സ്കൂളിലെ ക്ലാസ് റൂമിൽ വെച്ചൊക്കെ തെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ശിക്ഷ ഭയന്നിട്ട് ഡൊമിനിക് സാവിയോയെ കുറ്റപ്പെടുത്തിയപ്പോൾ, അധ്യാപകൻ്റെ മുമ്പിൽ കുറ്റപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. ആ ശിക്ഷയൊക്കെ ഏറ്റുവാങ്ങി എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവർക്ക് ദോഷം വരാതിരിക്കാനും അതുവഴിയായിട്ട് അവരെ മാനസാന്തരപ്പെടുത്താനുമായിട്ടും അവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നീട് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ അധ്യാപകരോട് പറയാനുമൊക്കെ ഈ വിശുദ്ധന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സാധിക്കുന്നത് മാനുഷികമായ കഴിവ് കൊണ്ടല്ല. നമ്മുടെ കുട്ടികൾക്കെല്ലാം ഒത്തിരി കഴിവുകളുള്ളവരാണ്. അവർ നല്ലപോലെ പഠിക്കും. ഇപ്പോഴൊക്കെ തന്നെ കമ്പ്യൂട്ടർ ഇതിലൊക്കെ ഒരുപാട് പ്രാവീണ്യമൊക്കെ അവർ ഈ പ്രായത്തിൽ തന്നെയൊക്കെ നേടിയിട്ടുണ്ടാകും. അതുപോലെ ഇനിയും ഭാവിയിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും ഒക്കെ ഒത്തിരി പഠിക്കാനുള്ളവരാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ജീവിതം പൂർണ്ണമാകില്ല. അതെത്രയേറെ പുരോഗമിച്ചാലും അതിൻ്റെ കൂടെ നമ്മൾ സ്വഭാവ ശുദ്ധീകരണത്തിന് വേണ്ടി പരിശ്രമിക്കുന്നില്ലെങ്കിൽ, ജീവിതത്തിൽ നന്മ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കുന്നതിനും ഈശോയോട് ഒത്തു ജീവിക്കുന്നതിനും പരിശ്രമിക്കുന്നില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാകില്ല. മക്കൾ വളരണം, അവർ വിദ്യാഭ്യാസത്തിൽ മുന്നേറണം, അതേസമയം തന്നെ സൽസ്വഭാവം ഉള്ളവരായിട്ട് തീരണം. അവരുടെ കഴിവുകളൊക്കെ ഘടിപ്പിച്ച് നന്മ ചെയ്ത് അവർ മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കുമൊക്കെ അഭിമാനമായി തീരണം. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ദിവസത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ ഈശോയോട് കൂടെ ആയിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊച്ചുദേശീയ പുണ്യവതിയും പറയുക, ഈ ആദ്യ കുർബാന സ്വീകരണത്തിന് ദിവസം ഈശോയിൽ അലിഞ്ഞു ചേർന്നെന്നാണ് പറയുക. മഹാസമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെ ഈശോയിൽ അലിഞ്ഞു ചേർന്നെന്നാണ് പറയുക. ഈശോയുമായിട്ട് നമ്മുടെ കുട്ടികളൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്, ഈശോയുടെ സാന്നിധ്യത്തിൽ ഒത്തിരി സമയം ചിലവഴിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുള്ളത് അവർ ഈശോയിൽ ലയിച്ച് ചേരുകയാണ്. അപ്പോൾ ഈശോ അവരിൽ പ്രവർത്തിക്കും, അവരെ രൂപാന്തരപ്പെടുത്തും, അവരുടെ വ്യക്തിത്വത്തെ മഹത്തരമാക്കും. അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു മാറ്റം സംഭവിക്കേണ്ട ഒരു സന്ദർഭമാണിത്.
ആ മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ ഈ ആദ്യ കുർബാന സ്വീകരണത്തിന് അർത്ഥമൊന്നുമില്ല. നമ്മളെല്ലാവരും ആദ്യ കുർബാന സ്വീകരിച്ചവരാണ്. ആ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് നമ്മുടെ ആ സമർപ്പണം എത്രമാത്രം നമ്മൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോ അത്രയേറെ നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുന്നതിനും അവരുമായിട്ടൊക്കെ സ്നേഹബന്ധത്തിൽ കഴിയുന്നതിനും നമുക്കൊക്കെ സാധിക്കുന്നത് അന്ന് നമ്മൾ ആദ്യ കുർബാന സ്വീകരണ സമയത്ത് നമ്മിലുണ്ടായിരുന്നതായ ആ നന്മ, ആ സന്മനസ്, ഈശോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ള ആ ബന്ധം തുടർന്നുകൊണ്ട് പോവുക. ഈ ബന്ധം തുടർന്നുകൊണ്ട് പോകുന്നതിനെ കുറിച്ചാണ് കൊച്ചുദേശീയപ്പണി പറയുക. കൊച്ചുദേശീയപ്പണിയുടെ കുറുക്ക് വഴി ശിശുക്കളെ പോലെ ആയിരിക്കുക. കാരണം ഈ ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ആർക്കാം? വലിയ ബുദ്ധിമാന്മാർക്കൊന്നുമല്ല, ശിശുക്കൾക്ക് വെളിപ്പെടുത്തുമെന്നാണ് പറയുന്നത്. പത്രോസിനെ പോലെയൊക്കെ ഉള്ളതായ മീൻപിടുത്തക്കാർക്ക്, അതുപോലെ യേശുവിൻ്റെ കൂടെ പോയിരുന്ന എല്ലാ മനുഷ്യർക്കും, പൗലോസ് പോലും വലിയ ആളായിരുന്നിട്ടും അതുവരെ യേശുവിനെ അറിയുന്നത് വരെ ഉണ്ടായിരുന്ന അറിവൊക്കെ അദ്ദേഹം നിസ്സാരമായിട്ടും ഉച്ഛിഷ്ടമായിട്ടും ഒക്കെ മാറ്റിവെച്ചിട്ട് യേശുവിനെ കുറിച്ചുള്ളതായ അറിവ് ഏറ്റവും വിലപ്പെട്ടതായിട്ട് കരുതി അതിനുവേണ്ടി സർവ്വവും ത്യജിച്ച മനുഷ്യനാണ് പൗലോസ്. അപ്പോൾ ഈ ദൈവികമായ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇത്തരത്തിൽ ദൈവമായിട്ട് ബന്ധപ്പെടുന്ന ശിശുക്കളെ പോലെ ദൈവത്തിനെ ആശ്രയിക്കുന്നവരും ദൈവത്തോട് സ്നേഹം പുലർത്തുന്നവരുമായിട്ടുള്ളതായ ആളുകൾ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുമാണ്. അപ്പോൾ ഈ കുട്ടികളൊക്കെയും മിക്കവാറും എല്ലാവരും വായിച്ച് കാണുമായിരിക്കും ഈ ഡൊമിനിക് സാവിയോയുടെ ജീവചരിത്രം. ഒത്തിരി നല്ല കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ദൈവം പ്രത്യേകമായിട്ട് നൽകുന്നതായ ഒത്തിരി അനുഗ്രഹങ്ങൾ മനുഷ്യർക്ക് കുട്ടികൾക്ക് സാധാരണ രീതിയിൽ ചെയ്യാൻ പറ്റാത്തതായ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ്. ഈ കുട്ടികളെ ഈശോ ശക്തിപ്പെടുത്തും എന്നുള്ളതായ ഒരു കാര്യം നമ്മൾ മറക്കരുത്. നമ്മുടെ മാനുഷികമായ കഴിവുകൾ കൊണ്ട് മാത്രം ചെയ്യാൻ സാധിക്കാത്തതായ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട്, തിന്മയെ ഭക്ഷിക്കാനും ചീത്തക്കൂട്ടുകാരെ മനസ്സിലാക്കിയിട്ട് ഒന്നുകിൽ അവരിൽ നിന്നും അകന്നു നിൽക്കാനും അല്ലെങ്കിൽ അവരെ ഈശോയിലേക്ക് അടുപ്പിക്കാനുമുള്ളതായ ആ കഴിവ്, ആ ശക്തി യേശുനാഥൻ തന്നെ ഇവർക്ക് നൽകും. നമ്മളാരും നമ്മുടെ കഴിവിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കരുത്. അത് വളരെ നിസ്സാരമായൊരു ജീവിതമാണ്. പക്ഷേ യേശുവിനോട് കൂടി ആയിരിക്കുമ്പോൾ നമ്മളൊക്കെ ശക്തരാണ്. കാരണം അവിടുത്തെ ശക്തിക്ക് കുറവൊന്നും വന്നിട്ടില്ല. നമ്മെ സഹായിക്കാനായിട്ട് കരുത്തുള്ളവനാണ് ഈശോ. ആ ഈശോയാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക. ആ ഈശോയോട് കൂടി ജീവിതകാലം മുഴുവനും അവർ ജീവിക്കണം. ഈശോയുടെ ശക്തിയിൽ അവർ രൂപാന്തരപ്പെടണം. ഈശോയുടെ സ്നേഹത്തിൽ അവർ അലിഞ്ഞു ചേർന്നിട്ട് ആ സ്നേഹം അവരുടെ വ്യക്തിത്വങ്ങളെ രൂപാന്തരപ്പെടുത്തി നന്മ ചെയ്യുന്നവരായിട്ട്, കഠിനമായിട്ട് അധ്വാനങ്ങൾ ചെയ്യുന്നവരായിട്ട്, നല്ലപോലെ പഠിച്ച് സമൂഹത്തിനും രാഷ്ട്രത്തിനുമൊക്കെ സേവനം ചെയ്യുന്നവരായിട്ട്, കുടുംബത്തിന് അഭിമാനമായിട്ട് മാതാപിതാക്കളെ സഹായിക്കുന്നവരായിട്ട് ഒക്കെ വളർന്നു വരുന്നതിന് ഈ ഒരു ബന്ധമാണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. യേശുവിൻ്റെ സ്നേഹത്തിൽ ആയിരിക്കുക എന്നുള്ളത്, ആ സ്നേഹത്താൽ രൂപാന്തരപ്പെടുക എന്നുള്ളത്. അതല്ലാതെ നമുക്ക് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. ഈ സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മുടെ ഈ കുട്ടികൾ ആദ്യ കുർബാനയും സൈഡ് ലേബിളും സ്വീകരിക്കുമ്പോൾ ഈ സ്നേഹത്തിൽ വളരുന്നവരും പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെട്ട് വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, ചെറിയ കുട്ടികളെ പക്ഷേ വലിയ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനാണ് ഞാൻ പറഞ്ഞത്, ഡൊമിനിക് സാവിയോയുടെ ജീവിതം വായിച്ചു നോക്കുക. കൊച്ചുദേശീയപ്പണിയിൽ എങ്ങനെയാണ് ഈ ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങിയത്, എത്രയേറെ താല്പര്യത്തോട് കൂടിയിട്ടാണ് ആദ്യ കുർബാന സ്വീകരിച്ച ദിവസം കൊച്ചുദേശീയപ്പണിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് ഒഴുകുന്നത് കണ്ടപ്പോൾ മറ്റുള്ളവർ വിചാരിച്ചത് മാതാപിതാക്കളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് എന്ന് വിചാരിച്ചു. പക്ഷേ കൊച്ചുദേശീയപ്പണി പറഞ്ഞ് പറയുന്നുണ്ട്, സന്തോഷം കൊണ്ട് വന്നതായ കണ്ണുനീരാണ്, സന്തോഷം കൊണ്ട് കൊച്ചുദേശി കരഞ്ഞു പോയത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ് ഇന്ന് ഇവരെ സംബന്ധിച്ചിടത്തോളം. ആ സന്തോഷം എന്നും അവരിൽ നിലനിൽക്കണം എന്നാണ് നമ്മൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട്, മാറി നിൽക്കാനായിട്ട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം ലഭിക്കും. ഇന്നത്തെ സമൂഹത്തിൽ ഒത്തിരിയേറെ തിന്മകളുണ്ട്. ശാസ്ത്രമൊക്കെ വളർന്ന പോലെ, ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും വളർന്നപ്പോഴും ഒരുപാട് തിന്മകളും അതോടൊപ്പം വളർന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നന്മ ചെയ്യുന്നവരായിട്ട് ജീവിക്കാനായിട്ട് ഈശോ ഇവരെ സഹായിക്കട്ടെ. ഇവരെയും ഇവരുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും എല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് അനുമോദിക്കാം. ഇവരെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാന തുടങ്ങാം.
സമർപ്പിക്കുന്നു. നവമായ ഒരു ഹൃദയം നിങ്ങൾക്ക് ഞാൻ തരും എന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ, അങ്ങയുടെ സ്നേഹ സാന്നിധ്യം അനുഭവിച്ചറിയാനുള്ള കഴിവുള്ള ഹൃദയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും എന്നരുളി ചെയ്ത ഈശോനാഥ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഹൃദയ പരിശുദ്ധി നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യജീവന്റെ സ്ഥിരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്നരുളി ചെയ്ത ഈശോയെ, അങ്ങയുടെ തിരുശരീര രക്തങ്ങൾ ആദ്യമായി സ്വീകരിക്കുന്ന ഇവരെ ഹൃദയ നൈർമല്യത്തോടെ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മാലാഖമാരുടെ ആനന്ദമായ ഈശോയെ, മാലാഖമാരാലും സ്വർഗ സൈന്യങ്ങളാലും സ്തുതിക്കപ്പെടുന്ന അങ്ങയെ നിരന്തരം വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുഗ്രഹവാരിധിയായ ഈശോയെ, ഇവരുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രങ്ങളെയും ഗുരുഭൂതരെയും ഉപകാരികളെയും നന്മകൾ കൊണ്ട് നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും മരണശേഷം ഉയർക്കുകയും ചെയ്ത ഈശോയെ, അങ്ങേക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാമായി തീരുവാൻ വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ, ഞങ്ങളെ പ്രകാശപൂർണമായ ഉദ്ധാനത്തിന് യോഗ്യരാകത്തക്ക വിധം ജീവിക്കുവാൻ ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവത്തിന്റെ മുൻപിലും മനുഷ്യരുടെ ദൃഷ്ടിയിലും വിശുദ്ധിയിൽ വളർന്നു വരുവാനും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് അങ്ങയെ കാണിച്ചു കൊടുക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് അലങ്കരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശുദ്ധ കുർബാന സ്ഥാപിച്ച മിശിഹായെ, വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിലും വിശ്വാസത്തിലും ഞങ്ങളെ നിരന്തരം വളർത്തണമെന്നും തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഉദ്ധാനത്തിന്റെ മാർഗത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പോലീത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെ അപ്പമായ ലോകത്തിലേക്ക് വന്ന മിശിഹായെ, നിന്റെ പക്കൽ അണിഞ്ഞിരിക്കുന്ന ഞങ്ങളെ ആത്മീയവും ഭൗതികവുമായ ദാനങ്ങളാൽ അനുഗ്രഹിക്കണമേ. നിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്നവർക്ക് അവരുടെ ജീവിതയാത്രയിൽ നീ എന്നും തുണയായിരിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സകലത്തിന്റെ നാഥനായ ദൈവത്തിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചിരിക്കുകയും ചെയ്യട്ടെ. കാഴ്ചയായെന്നു നൽകുവാൻ ഒന്നു ചേർന്നിതാ നിൽക്കുന്നു. കാഴ്ചയായിന്നു നൽകുവാൻ ഒന്നു ചേർന്നിതാ നിൽക്കുന്നു. സ്വീകരിക്കണേ ദൈവമേ
റൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയാകും കന്യാമറിയത്തെ സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. ആർത്തോമായെയും നിരസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്ന് നീക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ കൂടെയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിരോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗളങ്ങൾ ചൊരിയുവിലെന്നേക്കും. നോവും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വമായ സർവ്വത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വസൃഷ്ടിക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകപിതാവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തളിക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രന് പുറപ്പെടുന്ന
സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിലെ ഉയർപ്പും നിത്യായുസ്സും ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സ്ഥലത്തിന്റെ ദാസനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഭക്തന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, യോധന്മാർ, ശുശ്രൂഷകരുടെ, ബ്രഹ്മചാരികളുടെ, ഗണികളുടെ, നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും വിശ്വാസിയോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുകയും കൃപയാൽ ഇവർ നമുക്ക് സഹായത്തിന് രക്ഷിക്കും രാജ്യത്തിന്റെ ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരി കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ ഭക്ഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദൈവരഹസ്യങ്ങളുടെ ശുശ്രൂഷരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്തായി യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശേഷ സ്നേഹത്തിൽ സമാധാനം ആശംസിക്കുവാൻ നമുക്കെല്ലാവർക്കും അനുതാപത്തോടും കൂടെ കർത്താവിന് നന്ദി പറയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവരെ സൂക്ഷിച്ച് വീക്ഷിക്കുവാൻ. ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾക്ക് ഉദാഹരണം ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പൂകാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അക്ഷരങ്ങളിലും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കളഞ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സ്ഥലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലഹമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമായന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കുറവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ ബലവാനാം ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ ബലവാനാം ദൈവം പരിശുദ്ധൻ. ഓശാന ജനമൊന്നാകെ പാടുന്നു, ഓശാന സ്വരമൊന്നാകെ പാടുന്നു, ഓശാന ജനമൊന്നാകെ പാടുന്നു, ഓശാന സ്വരമൊന്നാകെ പാടുന്നു. ഓശാന 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 ഓശാന. വാനവനിറയപ്പം ഞങ്ങൾ പാടുന്നു, മാലാഖമാരൊത്തു പാടുന്നു. വാനവനിറയപ്പം ഞങ്ങൾ പാടുന്നു, മാലാഖമാരൊത്തു പാടുന്നു. ഇടിമുഴക്കമായി പാടുന്നു, കടലിലമ്പമായി പാടുന്നു. ബലവാനാം ദൈവമേ തിരുനാമത്തിലോശാന. ഇടിമുഴക്കമായി പാടുന്നു, കടലിലമ്പമായി പാടുന്നു. ബലവാനാം ദൈവമേ തിരുനാമത്തിൽ ഓശാന. ഓശാന ജനമൊന്നാകെ പാടുന്നു, ഓശാന സ്വരമൊന്നാകെ പാടുന്നു, ഓശാന ജനമൊന്നാകെ പാടുന്നു, ഓശാന സ്വരമൊന്നായി പാടുന്നു, ഓശാന 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 ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും